അത്താനാസ്യോസ് ഈ സമയത്ത് വട്ടിപ്പണത്തിന്റെ പലിശ കിട്ടുവാനുള്ള അപേക്ഷ സമർപ്പിച്ചു. അത്താനാസ്യോസിന്റെ ഈ ശ്രമത്തെ മോർ ദിവന്നാസ്യോസും സുറിയാനിക്കാർ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെയും അവർ പരാജയപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ പ്രബലനായിരുന്ന മാത്യൂസ് മാർ അത്തനേഷ്യസ് കൂടുതൽ പ്രബലനായിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ നവീകരണ പരിശ്രമങ്ങൾ മലങ്കര സഭയിൽ നിർവിഘ്നം പുരോഗമിച്ചുകൊണ്ടിരുന്നു. നാൾതോറും അദ്ദേഹത്തിന്റെ കൂട്ടർ ബലം പ്രാപിച്ചുകൊണ്ടിരുന്നു. 1865 മെത്രാപ്പോലിത്തയായിട്ട്, മലങ്കര മെത്രാപ്പോലിത്തയായിട്ട് ഇദ്ദേഹം കൊച്ചിയിലെത്തി. അന്ന് മുതൽ 1874 വരെ ദീർഘമായി നിരന്തരമായി 9 വർഷം തന്റെ സഭയോട് ചേർന്ന് അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടും പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക്, പരാജയത്തിന്റെ നീർച്ചുഴികളിലേക്ക് വീണ്ടും നിപതിച്ചുകൊണ്ടിരുന്നു. ഈ മോർ ദിവന്നാസ്യോസ് അഞ്ചാമൻ മെത്രാപ്പോലിത്ത ഇങ്ങനെ പരിശ്രമിക്കുന്ന സമയത്ത് 1872 ചിങ്ങമാസത്തിൽ ചാതുരുത്തി ഗീവർഗീസ് റമ്പാച്ചൻ അന്ത്യോക്യ വിശ്വാസം ഉറച്ചു നിൽക്കുന്ന ആളുകളുടെ ചെറിയൊരു യോഗം വിളിച്ചുകൂട്ടി, ഒരു പ്രാർത്ഥനാ സമ്മേളനം. ഈ ചെറുപ്പക്കാരനായിരിക്കുന്ന കശീശയ്ക്ക് തോന്നി മലങ്കര സഭയെ രക്ഷിക്കുവാൻ. കാരണം ഒരു നീരാളി പിടിച്ചിരിക്കുന്ന പോലെ മലങ്കര സഭയെ ബ്രിട്ടീഷ് മിഷണറിമാരും ബ്രിട്ടീഷ് ഗവൺമെന്റും പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്തനേഷ്യസ് പ്രാദേശികമായിട്ടുള്ള മജിസ്ട്രേറ്റുമാരും നിയമസംഹിതകളും എല്ലാം പിടിമുറുകിയിരിക്കുകയാണ്. ദിവസം ചെല്ലും തോറും സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു. പ്രാർത്ഥനകളും കുർബാന തക്സുകളും എല്ലാം നവീകരിക്കപ്പെടുകയാണ്. സുറിയാനി വിശ്വാസം മലങ്കരയിൽ ഇല്ലാതെയായി പോകുന്നു എന്നുള്ളത് ദുഃഖത്തോടെയും വേദനയോടെയും ഭീതിയോടെയും നോക്കി നിന്ന ചെറുപ്പക്കാരനായ ആ കശീശ, അദ്ദേഹം ഒരു പ്രാർത്ഥനാ സമ്മേളനം വിളിച്ചുകൂട്ടി. അതാണ് ചാതുരുത്തിൽ ഗീവർഗീസ് റമ്പാച്ചൻ സന്യസ്തനായി തന്നെ സമർപ്പിച്ചിരുന്ന അദ്ദേഹമാണ് പിൽക്കാലത്ത് പരിമല തിരുമേനി എന്ന് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന അദ്ദേഹം പറഞ്ഞു, 9 വർഷം, ഇപ്പൊ ഇവിടെ ഓരോരുത്തരും പറയും 9 വർഷം ഇദ്ദേഹം ശ്രമിച്ചിട്ടും ഒന്നും ചെയ്തില്ല. ഇതാ ഓരോ ദിവസം കഴിയും തോറും പരാജയത്തിലേക്ക് പോവുകയാണ്. പത്രീർക്കീസ് ബാവയ്ക്കല്ലാതെ മലങ്കര സഭയെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ പാത്രീർക്കീസ് ബാവയ്ക്ക് ഈ റമ്പാച്ചൻ കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്ന് സഭയെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച് ഒരു കത്തയച്ചു. പിൽക്കാലത്ത് പരിമല തിരുമേനിയാകും എന്നറിയപ്പെടുന്ന ഈ റമ്പാച്ചനാണ് കത്തയക്കുന്നത്. അപ്പോഴേക്കും അവിടെ യാക്കൂബ് ദ്വിതീയനൊക്കെ കാലം ചെയ്തു. പത്രോസ് തൃതീയൻ പാത്രീർക്കീസ് ബാവ സ്ഥാനമേറ്റിരുന്നു. പത്രോസ് തൃതീയൻ പാത്രീർക്കീസ് ബാവയ്ക്ക് 74 വയസ്സുള്ള പത്രോസ് തൃതീയൻ പാത്രീർക്കീസ് ബാവയുടെയിലാണ് ഈ കത്ത് കിട്ടുന്നത്. മലങ്കരയിലെ സ്ഥിതികളെ കുറിച്ച് നല്ല ബോധ്യമുള്ള പത്രോസ് പാത്രീർക്കീസ് ബാവ 9 വർഷം ദിവന്നാസ്യോസ് മെത്രാപ്പോലിത്ത ശ്രമിച്ചിട്ടും കൊച്ചി തിരുവിതാംകൂർ രാജാക്കന്മാരിൽ നിന്നോ ബ്രിട്ടീഷ് റെസിഡന്റിൽ നിന്നോ കോടതികളിൽ നിന്നോ തനിക്ക് നീതിയോ സഹായമോ ഒന്നും ലഭിച്ചില്ലെന്നും അതുകൊണ്ട് താൻ മലങ്കരയിലേക്ക് വന്നിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ സാധ്യതയില്ലെന്നും മനസ്സിലാക്കിയ പത്രോസ് പാത്രീർക്കീസ് ബാവ അവിടെ തുർക്കി സുൽത്താനിൽ നിന്ന് അനുവാദം വാങ്ങിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഡിപ്ലോമാറ്റിക് വിസ ഒബ്റ്റെയിൻ ചെയ്ത് ഇന്നത്തെ ഭാഷയിൽ ബ്രിട്ടനിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹം ദീർഘകാലം 7 മാസത്തിലധികം ബ്രിട്ടനിൽ താമസിച്ചു. താൻ ഇംഗ്ലണ്ടിൽ പോയി താമസിച്ചതിനെ പറ്റി പത്രോസ് പാത്രീർക്കീസ് ബാവ എഴുതിയിരിക്കുന്നത് കണ്ണുനീരിൽ ചാലിച്ചാണ് എഴുതിയിരിക്കുന്നത്. ക്ലേശപൂർണമായ അപരിചിതമായ വിദേശവാസം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വിട്ട് പരിചയമില്ലാത്തൊരു സ്ഥലത്ത്, ഇന്നത്തെ പോലെ വാട്സാപ്പും ഫേസ്ബുക്കും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കാലമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പം ഇടവക ജനങ്ങളും വിശുദ്ധ കുർബാനയും കൂദാശയും ആൾക്കൂട്ടവും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥനകളും ഒക്കെ പതിവായിട്ട് നടത്തുന്ന ഒരു മെത്രാച്ചൻ അല്ലെങ്കിൽ ഒരു പാത്രീർക്കീസ്, അദ്ദേഹമാണ് സ്വന്തം വാസസ്ഥലം വിട്ട്, സ്വന്തം കംഫർട്ട് സോൺ എല്ലാം വിട്ട് ദീർഘവും ക്ലേശകരവുമായ സമുദ്രയാത്ര ചെയ്ത്
തികച്ചും അപരിചിതവും വ്യത്യസ്തമായ കാലാവസ്ഥയും ഭക്ഷണ ആചാര സംസ്കാര രീതികളെല്ലാം വ്യത്യസ്തം. അങ്ങനെ ഒരു സ്ഥലത്ത് തികച്ചും അനിശ്ചിതത്വവും അപരിചിതത്വമുള്ള, അപരിചിതത്വം ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് 1-2 മാസമല്ല, ദീർഘമായ 7 മാസങ്ങൾ അവിടെ താമസിക്കുക. അതേക്കുറിച്ച് പത്രോസ് പാത്രിക്കീസ് കണ്ണുനീരിൽ ചാലിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത്ര ക്ലേശം സഹിച്ചു. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ ഈ പറയുന്ന ഇന്നിവിടെ കടന്ന് ഈ വാട്സാപ്പിലൂടെ ശബ്ദരേഖയൊക്കെ അയക്കുന്ന IOC-ക്കാര് ഒക്കെ ഉണ്ട്, വിദേശത്തൊക്കെ താമസിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തെ വിട്ട്, നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് ഈ സഭയ്ക്ക് വേണ്ടി 1 മാസം ഒരു മനുഷ്യനുമായിട്ട് ബന്ധമില്ലാതെ, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ എവിടെങ്കിലും താമസിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പക്ഷെ മലങ്കര സഭയ്ക്ക് വേണ്ടി പത്രോസ് പാത്രിക്കീസ് ബാവ 7 മാസമാണ് ഇംഗ്ലണ്ടിൽ താമസിച്ചത്. നിങ്ങൾ ഓർക്കുന്നു, അവിടെ ഭയങ്കര സുഖമായിട്ട് പോയി താമസിക്കല്ല, ക്ലേശം സഹിച്ച്, കഷ്ടം സഹിച്ച്, അനിശ്ചിതത്വത്തിന്റെ നടുവിൽ, അപരിചിതത്വത്തിന്റെ നടുവിൽ അവിടെ താമസിച്ചു. എന്നിട്ടാണ് വിക്ടോറിയ രാജ്ഞിയെ മുഖം കാണിക്കാൻ സാധിച്ചതും അവിടെ നിന്ന് മലങ്കര സഭയ്ക്ക് അനുകൂലമായി കൽപ്പന നേടിയെടുത്തുകൊണ്ട് മലങ്കരയിലേക്ക് വന്നത്. അങ്ങനെയാണ് ഈ പരിശുദ്ധ പിതാവിന്റെ ആ ഒരു ത്യാഗം കൊണ്ടാണ് മലങ്കര സഭ, ഞാൻ പലപ്പോഴും പറയും, ഒരു പരുന്തിന്റെ കയ്യിൽ അകപ്പെട്ട കോഴിക്കുഞ്ഞിനെ നമ്മൾ രക്ഷിച്ചെടുക്കുക, അല്ലെങ്കിൽ ആനയുടെ കയ്യിൽ കിട്ടിയ കരിമ്പ് തിരിച്ചു വലിച്ചെടുക്കുന്ന, അതിനേക്കാളൊക്കെ ശ്രമകരമായിരുന്നു മാത്യൂസ് മാർ അത്തനേഷ്യസിന്റെയും ബ്രിട്ടീഷ് മിഷണറിമാരുടെയും കൈപ്പിടിയിൽ ഒതുങ്ങിപ്പോയ നിസ്സഹായനായ ദീവന്നാസ്യോസും മെത്രാച്ചനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് മലങ്കര സഭയെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന മാത്യൂസ് മാർ അത്തനേഷ്യസിന്റെ കയ്യിൽ നിന്ന് ഒരു കൊമ്പനാനയുടെ കയ്യിൽ അകപ്പെട്ട കരിമ്പും കഷണം തിരിച്ചെടുക്കുന്നത് പോലെ ശ്രമകരമായ കാര്യം പത്രോസ് പാത്രിക്കീസ് സാധിച്ചെടുത്ത്. അതുകൊണ്ടാണ് മലങ്കര സഭയുടെ പിതാവ് പരിശുദ്ധ പത്രോസ് പാത്രിക്കീസ്. അല്ലാതെ ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗക്കാർ പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു സഭയുമില്ലായിരുന്നു, ഇവിടെ അങ്ങനെ ഒരു പാരമ്പര്യവുമില്ലായിരുന്നു, ഇവിടെ അങ്ങനെ നട്ടലുള്ള ഒരു നസ്രാണി ഇല്ലായിരുന്നു, ഇവിടെ ഒരു ഡാഷും ഇല്ലായിരുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇപ്പൊ കുറെ പേര് പാരമ്പര്യം പറഞ്ഞ് അങ്ങ് ഇവിടെ ഏതാണ്ടല്ലോ ഉണ്ടായിരുന്നു പണ്ട് തൊട്ടുള്ള സഭ, അത് പാത്രിക്കീസുമാർ വന്നു കൊണ്ടുപോയി തട്ടിയെടുത്തോണ്ട് പോയി. എത്രയെത്ര പാത്രിക്കീസുമാർ മാറി മാറി വന്നിട്ടും ഈ മലങ്കര സഭയുടെ ഗതി ഇതായതുകൊണ്ട് ആ മലങ്കര സഭയെ രക്ഷിക്കുവാൻ അവസാനം പാത്രിക്കീസ് നേരിട്ട് വരേണ്ടി വന്നു. അദ്ദേഹം വന്നാണ്. അതുകൊണ്ട് ഈ പുരാതന സഭയെ ഉറപ്പും വിസ്താരവുമുള്ള അടിസ്ഥാനത്തിൽ പുതുക്കിപ്പണിത പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവ, അദ്ദേഹത്തെ നമ്മുടെ കണിയാമ്പറമ്പിൽ കുര്യൻ കോർപ്പിസ്കോപ്പായുടെ ചരിത്ര പുസ്തകത്തിൽ അദ്ദേഹം മലങ്കരയുടെ യാക്കോബ് ബുർദാന എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ കണ്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ വിശ്വാസ സത്യങ്ങളും മലങ്കര സഭയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന മലങ്കരയുടെ യാക്കോബ് മലങ്കരയുടെ യാക്കോബ് ബുർദാന എന്നാണ്. ഇന്ന് ഈ മലങ്കരയിൽ ഈ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിന്റെ ഒറ്റ കാരണക്കാരനേ ഉള്ളൂ, അത് പത്രോസ് പാത്രിക്കീസ് ബാവയാണ്. ഇംഗ്ലണ്ടിലെത്തിയ പത്രോസ് തൃതീയൻ പാത്രിക്കീസ് ബാവ പാലക്കുന്നത്ത് അത്താനാസ്യോസിനെ പറ്റി ഇന്ത്യ സെക്രട്ടറിയുടെ അടുക്കൽ പരാതി പറഞ്ഞപ്പോൾ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് അടക്കമുള്ളവര് മാത്യൂസ് മാർ അത്തനേഷ്യസിന് വേണ്ടി അവിടെ എഴുന്നേറ്റു. പക്ഷെ ഏറ്റവും ഒടുവിൽ വിക്ടോറിയ രാജ്ഞി നേരിട്ട് ഇടപെട്ടിട്ടാണ് പത്രോസ് പാത്രിക്കീസ് ബാവയ്ക്ക് അനുകൂലമായി, അല്ലെങ്കിൽ മലങ്കരയിൽ സത്യവിശ്വാസം സംരക്ഷിക്കുവാൻ, പുലർത്തുവാൻ അനുകൂലമായ ഒരു കൽപ്പന കിട്ടുന്നത്. അങ്ങനെയാണ്. ആ കത്തുമായിട്ട്, മദ്രാസ് ഗവൺമെന്റിലേക്ക് കിട്ടിയ കത്തുമായിട്ട് പത്രോസ് പാത്രിക്കീസ് ബാവ ഒട്ടും താമസിക്കാതെ ഇന്ത്യയിലേക്ക് വന്നു. 1875 കൊച്ചിയിലെത്തിയ പത്രോസ് പാത്രിക്കീസ് ബാവ കൊച്ചി രാജാവിനെയും 1875 ജൂലൈ 8 തിരുവിതാംകൂർ രാജാവിനെയും കാണുവാനിടയായി. 2 സ്ഥലത്തും അദ്ദേഹത്തിന് രാജകീയമായ വരവേൽപ്പാണ് ലഭിച്ചത്. മലങ്കരയിലെത്തിയ പരിശുദ്ധ പത്രോസ് പാത്രിക്കീസ് ബാവ തനിക്ക് കിട്ടിയ രാജകീയ കൽപ്പനകളെ കാണിച്ചുകൊണ്ട് തിരുവിതാംകൂർ ഗവൺമെന്റിൽ നിന്നും മാത്യൂസ് മാർ അത്തനേഷ്യസിനെ മലങ്കര മെത്രാപ്പോലിത്തയായ നിയമിച്ചുകൊണ്ടുള്ള വിളംബരം റദ്ദ് ചെയ്യിച്ചുകൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. അതോടുകൂടെ മലങ്കര സഭയുടെ മേലുള്ള മാത്യൂസ് മാർ അത്തനേഷ്യസിന്റെയും ബ്രിട്ടീഷ് മിഷണറിമാരുടെയും സ്വാധീനം, അല്ലെങ്കിൽ ആ പിടിമുറുക്കം അയയുവാൻ തുടങ്ങി. 1876 മാർച്ച് മാസം 4 പുതിയ വിളംബരം പ്രഖ്യാപിക്കപ്പെട്ടു. കൊച്ചിയിൽ നിന്നും തിരുവിതാംകൂറിൽ നിന്നും വിളംബരങ്ങളുണ്ടായി. തിരുവിതാംകൂർ ദിവാൻ മാധവരായർ അത്തനേഷ്യസിനെ പ്രബലനാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവും റദ്ദ് ചെയ്തു.
ഇതാണ് പത്രോസ് പാത്രിക്കീസ് ബാവ നേടിയെടുത്തത് മലങ്കര സഭയ്ക്ക് വേണ്ടി. പിന്നീട് നമ്മൾക്ക് കാലം പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു, അദ്ദേഹം മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ മലങ്കര സഭയുടെ സുന്നോദോസ് വിളിച്ചുകൂട്ടി. മുളന്തുരുത്തി സുന്നോദോസ് വിളിച്ചുകൂട്ടി. ഈ സുന്നോദോസിന്റെ പ്രധാന ചുമതലക്കാരനും സംഘാടകനും ഇദ്ദേഹത്തെ കത്തയച്ചു വരുത്തിയ ആ ചെറുപ്പക്കാരനായ ചാത്തുരുത്തിൽ ഗീവർഗീസ് റമ്പാച്ചനായിരുന്നു. അദ്ദേഹത്തെ ആണ് പിന്നീട് മെത്രാച്ചനായിട്ട് ഉയർത്തുകയും പരിമല തിരുമേനി എന്ന് ഇന്ന് നമ്മൾ വിളിക്കുകയും ചെയ്യുന്നത്. അന്ന് ഏകദേശം 3 ലക്ഷത്തോളം സുറിയാനിക്കാരുണ്ടായിരുന്നു. അവരെയെല്ലാം ഈ പുലിക്കോട്ടിൽ തിരുമേനി ഒറ്റയ്ക്ക് ഭരിക്കുക എന്നുള്ളത് വളരെ അപ്രായോഗികവും വളരെ ബുദ്ധിമുട്ടുള്ളതുമായിരുന്നു. അതുകൊണ്ട് കൃത്യമായി ഇത്തരത്തിൽ പലരും കയറിയിറങ്ങി നാനാവിധമാക്കി തങ്ങളുടെ സ്വാധീനത്തിൽ വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മലങ്കര സഭയെ ക്രമീകൃതമായി നിർത്തുവാൻ മലങ്കര സഭയെ 7 ഭദ്രാസനങ്ങളായിട്ട് തിരിച്ചു. ആ ഭദ്രാസനങ്ങൾക്കെല്ലാം മെത്രാപ്പൊലിത്തായി വാഴിച്ചു. ഒരു ഭരണഘടന ഉണ്ടാക്കി, ഒരു അസോസിയേഷൻ ഉണ്ടാക്കി, ആ സഭയ്ക്ക് ഒരു രൂപവും ഭാവവും എല്ലാം നൽകി. ഇതിനെയാണ് ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ വളർത്തുമൃഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ 7 മെത്രാനെ വാഴിച്ചു, ഞാൻ വലിയ അപരാധം ചെയ്തു എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. നമ്മൾ ഈ ചരിത്രത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് പറഞ്ഞത്.